Hello friends, welcome to my channel Strawberry Fusions. ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ബേക്കറി പലഹാരമാണ്. ശക്കർ പാര അല്ലെങ്കിൽ മൈദ ബിസ്ക്കറ്റ്, ഡയമണ്ട് കട്ട്സ് ഒക്കെ പറയുന്ന നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ആദ്യം എന്നും പറയുന്നത് പോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതേപോലെ വേറൊരു ചെറിയ ബൗളെടുത്ത് 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് നെയ്യ്, പിന്നെ 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച്, ഒരു നുള്ളു ഉപ്പും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ആ പഞ്ചസാരക്ക് നല്ലപോലെ മെൽട്ടാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മൈദ ഉണ്ടല്ലോ അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഈ വെള്ളവും ഈ നെയ്യത്തിലേക്ക് കറക്റ്റാണ്, പഞ്ചസാരക്ക് അളവ് നല്ല കറക്റ്റാണ്. നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിനെ പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിനെ 2 ബോൾസാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് പരത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിത് പെട്ടെന്നൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് 2 ബോൾസാക്കിയിട്ട് നല്ലപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇതിനെ പരത്തിയെടുക്കുക ചെയ്യുന്നത്. ഇത് പരത്തുമ്പോൾ സ്റ്റിക്കാവൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് പരത്തി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ചേർക്കുന്നുണ്ട്. 2 സൈഡ് മൈദ ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ അത്ര നൈസാവേണ്ട, ഒരു 2 ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു തിക്നെസ്സിൽ നമുക്ക് പരത്തിയെടുക്കാം. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിനെ ഇതേപോലെ ചെറിയ ചെറിയ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം, ഡയമണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ സ്ക്വയർ ആയിട്ടോ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം, അതിൽ കൂടാൻ പാടില്ല. ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റണം. നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇത് നല്ല ചൂടൊക്കെ പോയി നല്ല തണുത്ത് വരുമ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ നല്ല മൈദ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതിന് ബേക്കറിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.